നമസ്കാരം, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. മാനസികമായ ബ്രേക്ക്. എന്താണിത്? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നമുക്കൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതം എങ്ങോട്ടും പോകുന്നില്ല, എവിടെയോ സ്റ്റക്കായി നിൽക്കുകയാണെന്ന്? ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ ഈ മോശം മാനസികാവസ്ഥ എന്നൊരു ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും. ഈ മാനസിക ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റ് അവസ്ഥയൊന്നുമല്ല, അതൊരു ശീലമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കാറിൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ. ബ്രേക്കിൽ കാല് വെച്ചിരുന്നാൽ പിന്നെ അത് മുന്നോട്ട് പോകുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് വിഷാദവും നിരാശയുമെല്ലാം നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തെ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ഓർക്കുക, ഇതൊരു ശീലമാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? ആദ്യത്തെ പടി, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പഴയ ഭാരങ്ങളില്ലേ, അതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. അതെ, ഇനിയും വൈകിക്കേണ്ട. ആ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണരാൻ സമയമായിരിക്കുന്നു. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ നെഗറ്റീവ് ചിന്തകളിലെ അതിൻ്റെയൊക്കെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. നമ്മുടെയൊക്കെ മനസ്സ് സത്യം പറഞ്ഞാൽ മാസങ്ങളായിട്ട് തുടയ്ക്കാത്തൊരു കണ്ണാടി പോലെയാണ്. നിറയെ പൊടി പിടിച്ചിരിക്കുകയാണ്. ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാലേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശരിക്കു കാണാൻ പറ്റൂ. ശരി, ഇനി ഈ ശീലം നമ്മൾ മാറ്റാതിരുന്നാൽ എന്താ സംഭവിക്കുക? ഈയൊരു സ്തംഭനാവസ്ഥയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടിവരുന്ന വില അത് വളരെ വലുതായിരിക്കും. ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളല്ലേ? നിങ്ങൾ എത്ര പവർഫുൾ എഞ്ചിൻ വെച്ചാലും ശരി, എത്ര നല്ല പെട്രോൾ അടിച്ചാലും ശരി, ബ്രേക്കിന് കാലെടുത്തില്ലെങ്കിൽ വണ്ടി ഒരിഞ്ച് മുന്നോട്ട് പോകില്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. അപ്പോൾ പരിഹാരം എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. നമ്മുടെ ഉള്ളിൽ ആ സിസ്റ്റമില്ലേ, അതൊന്ന് റീബൂട്ട് ചെയ്യുക. പഴയ ഫയലൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയൊരു തുടക്കം. ഇതൊരു രസമുള്ള ഐഡിയ ആണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഡീഫോൾട്ട് സെറ്റിംഗ് സന്തോഷമാണ്. ദുഃഖവും നിരാശയുമൊക്കെ നമ്മൾ എങ്ങനെയോ വഴിയെന്ന് പഠിച്ചെടുക്കുന്ന ശീലങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ പഴയ ഡിഫോൾട്ട് മോഡിലേക്ക് തിരിച്ചുപോയാലോ? ആ ശക്തിയൊന്നും പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുന്ന ആ നിമിഷം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ നെഗറ്റീവ് ചിന്തകളോടുള്ള അടിമത്തം നമ്മൾ അവസാനിപ്പിക്കണം. അതൊരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ്. അത് നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം, പുരാതനമായൊരു ജ്ഞാനത്തിലേക്ക്. നമ്മുടെ ഈ സ്വാഭാവികമായ അവസ്ഥയെക്കുറിച്ച് ഒരു മഹാനായ ഋഷി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വാക്കുകളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുക, സന്തോഷമായിരിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക. ഇത് മനുഷ്യന്റെ സ്വാഭാവിക ഗുണമാണ്. ആത്മാവിന്റെ സ്വരൂപം തന്നെ ആനന്ദമയമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പതറിപ്പോയി സ്വന്തം സ്വഭാവത്തെ വികലമാക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എത്ര മനോഹരമായ വാക്കുകളാണല്ലേ? അപ്പോൾ ആ ഋഷി പറഞ്ഞതിൻ്റെ എല്ലാം കാതൽ എന്താണ്? ഇത്രയുള്ളൂ. ദുഃഖമല്ല, ആനന്ദമാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം. ബാക്കിയെല്ലാം നമ്മളെങ്ങനെയോ പഠിച്ചെടുത്ത ശീലങ്ങൾ മാത്രം. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ മനസ്സിലായി. ഇനി ഇത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം? ഈ മാനസിക ബ്രേക്ക് എങ്ങനെ ഒഴിവാക്കാം? അതിന് നിങ്ങളെ സഹായിക്കുന്ന സിമ്പിളായ 4 സ്റ്റെപ്പുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. ഒന്നാമത്തത്, ഇതൊരു ശീലമാണെന്ന് അങ്ങ് സമ്മതിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഓക്കെ, ഇതൊരു ചിന്ത മാത്രമാണ്, ഞാനല്ല ഇത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത്, ഈ ബ്രേക്ക് മാറ്റിയാൽ മാത്രം മതി, വണ്ടി മുന്നോട്ട് പോയിക്കോളുമെന്ന് വിശ്വസിക്കുക. 3, സന്തോഷമാണ് നമ്മുടെ ബേസിക് നേച്ചർ എന്ന സത്യം പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഇനി 4ാമത്തത്, ഇതാണ് ഏറ്റവും പ്രധാനം, ഇന്നുമുതൽ എന്റെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാണെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അതിതാണ്, നല്ല മാനസികാവസ്ഥയിലിരിക്കുക എന്നത് നിങ്ങളുടെ ഡീഫോൾട്ട് സ്വഭാവമാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, അത് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ബർത്ത് റൈറ്റാണത്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. മറന്നുപോയ അല്ലെങ്കിൽ എവിടെയോ നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ആ ഒറിജിനൽ ഡീഫോൾട്ട് സ്വഭാവം വീണ്ടെടുക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്.